നമസ്കാരം, മെട്രോ മെയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ അങ്കമാലി മജിസ്ട്രേറ്റായിരുന്ന ലീന റഷീദിനെതിരെ ഗുരുതര ആരോപണമാണ് അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനും അഭിഭാഷകർക്കും അവർ തന്റെ ലാപ്ടോപ്പിൽ കാണിച്ചു നൽകിയെന്നും പ്രോസിക്യൂഷന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ഇതെന്നും അഡ്വക്കേറ്റ് ടി.ബി. മിനി വഴി ഫയൽ ചെയ്തിരിക്കുന്ന ഉപഹർജിയിൽ ആരോപിക്കുന്നു. എന്നാൽ ഇവരെയടക്കം മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച എല്ലാവരെയും സംരക്ഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നും വിശദീകരിക്കുന്നു. 2017 മാർച്ച് 5-ന് അങ്കമാലി മജിസ്ട്രേറ്റായി ലീന റഷീദ് ചുമതലയേറ്റ ശേഷമാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. 2017 ഡിസംബർ 15-ന് കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപ് 2 അഭിഭാഷകരോടൊപ്പം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി. അവർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് തന്റെ ലാപ്ടോപ്പിൽ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു. ദിലീപ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കാണിച്ചതെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് തെറ്റും നടപടി ആവശ്യപ്പെടുന്ന പെരുമാറ്റ ദൂഷ്യവുമാണ്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ദിലീപിന്റെ അഭിഭാഷകർ ദൃശ്യങ്ങൾ കണ്ടുവെന്നത് അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിനെതിരായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇത്. ഇതൊരു വീഴ്ചയായി കാണാനാകില്ല. ഇത് ജുഡീഷ്യൽ ഓഫീസറുടെ നിഷ്പക്ഷതയിൽ സംശയം ജനിപ്പിക്കുന്നതാണ്. ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അങ്കമാലി മജിസ്ട്രേറ്റ് പെൻഡ്രൈവും മെമ്മറി കാർഡും സ്വന്തം കൈവശം സൂക്ഷിച്ചു എന്നത് റിപ്പോർട്ടിൽ നിന്നു തന്നെ വ്യക്തമാണ്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയിൽ സൂക്ഷിച്ചിരിക്കെ പരിശോധിച്ചത് 3 തവണയാണെന്നാണ് ജില്ലാ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതായി നടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. 2018 ജനുവരി 9-ന് അങ്കമാലി മജിസ്ട്രേറ്റായിരുന്ന ലീന റഷീദാണ് പരിശോധിച്ചത്. 2018 ഡിസംബർ 13-ന് ജില്ലാ സെഷൻസ് കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹനും പരിശോധിച്ചു. കോടതിയുടെ അനുമതിയോടെയായിരുന്നു ഇത്. ഈ 2 പരിശോധനയിലും തെറ്റില്ല എന്നാണ് റിപ്പോർട്ട്. എന്നാൽ 2021 ജൂലൈ 19-ന് എറണാകുളം CBI പ്രത്യേക കോടതിയിലെ ശിരസ്തദാർ താജുദ്ദീൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധന അനധികൃതമാണെന്ന് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ നിലവിൽ തുടർ നടപടികൾ ആവശ്യമില്ല എന്നും ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയായ ശേഷം തുടർ നടപടികൾ മതിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് നടിയുടെ ഹർജിയിൽ വിശദീകരിക്കുന്നു. CBI കോടതിയിലിരിക്കെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചപ്പോൾ അന്വേഷണം നടത്തിയ ജഡ്ജിയായിരുന്നു ഇവിടെ ന്യായാധിപ ചുമതലയിൽ ഉണ്ടായിരുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന ഫോറൻസിക് ലാബ് റിപ്പോർട്ടിനെ തുടർന്ന് നടി നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി വസ്തുതാന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജില്ലാ സെഷൻസ് ജഡ്ജി അന്വേഷിക്കണമെന്നായിരുന്നു ഉത്തരവ്. ഇത് മറികടന്ന് വിചാരണ ജഡ്ജി കൂടിയായ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വസ്തുതാന്വേഷണം നടത്തിയതും നടി ചോദ്യം ചെയ്യുന്നുണ്ട്. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചവരെ രക്ഷിക്കുന്നതാണ് റിപ്പോർട്ടെന്നും പോലീസിന്റെയോ വിദഗ്ധരുടെയോ സഹായം തേടാതെ അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും ഹർജിയിൽ പറയുന്നു. ജില്ലാ സെഷൻസ് കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് കാർഡ് വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട്. ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുള്ള കേസ് വിചാരണയെ ബാധിക്കാത്ത വിധം അന്വേഷണം നടത്താൻ ഉത്തരവിടണമെന്നാണ് ആവശ്യം. ഹർജി അടുത്ത ദിവസം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.